blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർക്കുവാൻ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ചേർന്ന് മെഴുവേലിയിൽ നിന്നുള്ള സൂസനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ ജിത്തിൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ജിത്തിനെ അനുഗ്രഹിക്കുന്നു. എല്ലാ ജന്മദിന നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗീയ പിതാവിൽ നിന്ന് തന്നിൽ വന്നു ചേരട്ടെ. മക്കൾ ജിത്തിനും ജിനുവിനുമായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ലൊരു ഭാവി അങ്ങ് നൽകണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാലക്കാട് മെയ് 7 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അനുഗ്രഹ കല്യാണ മണ്ഡപം, മലമ്പുഴ റോഡ്, ഒലവക്കോട്, പാലക്കാട്. We are called not to be religious. We are called to be spiritual. നമ്മൾ മതഭക്തരാകുവാനായി വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ ആത്മീകരായി വിളിക്കപ്പെട്ടവരാണ്. We should be proud of our Lord. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർത്ത് നമ്മൾ അഭിമാനിക്കണം. He said, love your enemies. കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുവിനെ Pray for your enemies. നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. Bless those who curse you. നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. That is Christianity. അതാണ് ക്രിസ്ത്യാനിത്വം. What Jesus was trying to say was that holiness starts from our heart. കർത്താവ് യേശു വിശുദ്ധി നമ്മുടെ അകത്ത് നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞതിൽ നിന്ന് കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഇവിടെ കൈവച്ചേ ഉറക്കെ പറ. Holiness starts from here. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, വിശുദ്ധി ഇവിടെ നിന്നും ആരംഭിക്കുന്നു. ഒന്നുകൂടെ, വിശുദ്ധി ഇവിടെ നിന്നും ആരംഭിക്കുന്നു. എവിടെ നിന്ന്? പറ, എൻ്റെ ഹൃദയത്തിൽ നിന്ന്. പുറത്തു നിന്ന് എൻ്റെ ഉള്ളിലോട്ട് വയറ്റിലോട്ട് പോകുന്നതല്ല എന്നെ അശുദ്ധനാക്കുന്നത്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന പാപങ്ങൾ, പാപചിന്തകൾ അതെന്നെ മുഴുവൻ അശുദ്ധനാക്കുന്നു. ട്രീറ്റ്മെൻറ്റ് വേണ്ടത് പുറത്തല്ല, ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അകത്താണ്. കഴുകേണ്ടത് പുറത്തല്ല. 1000 പ്രാവശ്യം ലൈബോയ് സോപ്പിട്ട് കുളിച്ചാൽ പാപം പോവില്ല. പക്ഷെ അകത്ത് യേശുവിൻ്റെ രക്തത്താൽ ഒരു കഴുകൽ നടക്കുമ്പോൾ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ നീ ശുദ്ധനായിത്തീരും. We all know that God is dwelling in third heaven. The third heaven is his headquarters. നമുക്കെല്ലാവർക്കും അറിയാം, 3-ാം സ്വർഗത്തിൽ നമ്മുടെ ദൈവം ഇരിക്കുന്നു. അവിടെയാണ് തൻ്റെ പ്രധാന സ്ഥലം, സിംഹാസനമുള്ളത്. Hallelujah. Hallelujah. And the Bible says our body, or we are the temple of the living God on earth. വചനം പറയുന്നു, ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ആലയം എന്നുള്ളത് നമ്മുടെ ശരീരമാണ്. But inside us, our heart is like the third heaven. ആ ശരീരത്തിൽ നമ്മുടെ ഹൃദയമാണ് ആ 3-ാം സ്വർഗത്തെ പോലെ ഉള്ളത്. It is like the most holy place in the temple of God. ദൈവത്തിന്റെ ആലയത്തിലെ അതിപരിശുദ്ധ സ്ഥലം എന്നത് ഹൃദയമാണ്. As you know, the temple has 3 parts. നിങ്ങൾക്കറിയാമല്ലോ, ദൈവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്. There was an outer court, പ്രാകാരമുണ്ട്. there was a holy place, വിശുദ്ധ സ്ഥലമുണ്ട്. and there was the most holy place, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. Holy of Holies. അതിവിശുദ്ധ. It was there the replica of the throne of God, or the mercy seat, was situated in the most holy place. ദൈവത്തിന്റെ സിംഹാസനത്തെ പ്രതിനിധീകരിക്കുന്ന കൃപാസനം വെച്ചിരിക്കുന്നത് അവിടെയാണ്. In our life,
the heart has the position of the most holy place. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയമാണ് ഏറ്റവും അതിപരിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. God wants to reign in us, not from the head, but from the heart. കർത്താവ് നമ്മുടെ അകത്ത് വാഴുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശിരസിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And this example I have given you before. ഈ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇതിനു മുൻപ് One നൽകിയിട്ടുണ്ട്. day in a house a family prayer was going on, ഒരു വീട്ടിൽ ഒരിക്കൽ ഒരു കുടുംബ പ്രാർത്ഥന നടക്കുകയാണ്. and the father prayed, the mother prayed, the children were praying, അപ്പൻ പ്രാർത്ഥിക്കുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നു, മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ and there was a small girl അവസാനം ഒരു ചെറിയ in ബാലികയുണ്ട് the family. ആ കുടുംബത്തില്. The parents said, Mola, you pray. അപ്പൻ പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കുക. And the girl started praying, ആ പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, and she prayed, ഇങ്ങനെ പ്രാർത്ഥിച്ചു, Jesus, യേശുവേ come 1 foot down. ഒരു അടി ഇറങ്ങി വരണമേ. Jesus, come 1 foot down. യേശുവേ ഒരടി ഇറങ്ങി വരണമേ. Repeatedly the girl was praying. ആവർത്തിച്ച് ആ പെൺകുട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. The parents were very angry. ഈ മാതാപിതാക്കൾക്ക് ദേഷ്യം വന്നു. Hey, what are you praying? നീ എന്താണ് പ്രാർത്ഥിക്കുന്നത്? You're asking Jesus to come 1 foot down? യേശുവിനോട് ഒരു അടി ഇറങ്ങി വരുവാനാണോ പ്രാർത്ഥിക്കുന്നത്? What nonsense are you praying? എന്ത് മൂഢത്തരമാണ്. Then the girl said, അവസാനം പെൺകുട്ടി പറഞ്ഞു, I was praying Jesus to come from head to heart. ഞാൻ പ്രാർത്ഥിച്ചത് തലയിൽ നിന്നും തലമണ്ടയിൽ നിന്നും എൻ്റെ ഹൃദയത്തിലേക്ക് യേശു ഇറങ്ങി വരാനാണ്. So many people are trying to comprehend Jesus with their mandan petti. പല ആളുകളും അവരുടെ തലമണ്ട കൊണ്ട്, ഈ മണ്ടൻ പെട്ടികൊണ്ട് കർത്താവിനെ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, പിടിച്ചെടുക്കാൻ So ശ്രമിക്കും. many people who tried to comprehend Jesus with their brain became atheists. പല ആളുകളും തലച്ചോറ് കൊണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അവർ നിരീശ്വരവാദികളായി മാറി. Because Jesus cannot be contained in your little brain. നിന്റെ കുഞ്ഞു തലച്ചോറിനകത്ത് യേശുവിനെ ഒതുക്കുവാൻ, അപഗ്രഥിക്കുവാൻ കഴിയുകയില്ല. But your heart has a lot of storage space. എന്നാൽ നിന്റെ ഹൃദയത്തിൽ അതിനു വേണ്ട വിശാലതയുണ്ട്. You can put the throne of Jesus in your heart. നിന്റെ ഹൃദയത്തിൽ യേശുവിനൊരു സിംഹാസനം നിനക്കൊരുക്കുവാൻ കഴിയും. It is big enough, spacious enough to contain God. ദൈവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം വലിപ്പവും വിശാലതയും നിങ്ങളുടെ ഹൃദയത്തിന് അവൻ നൽകിയിട്ടുണ്ട്. Heart can do that, your head cannot do that. നിങ്ങളുടെ ഹൃദയത്തിന് അത് ചെയ്യാൻ കഴിയും, നമ്മുടെ തലമണ്ടയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. Rationalists all over the world in all generations have failed to understand God because they were reasoning with their head. പല ബുദ്ധിജീവികളും അവർ യേശുവിനെ ബുദ്ധി കൊണ്ട് അവർ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, അവർ അമ്പേ പരാജയപ്പെട്ടു. But you and me, we are not trying to contain God in our head, we are trying to hold our God in our hearts. എന്നാൽ ഞാനും നിങ്ങളും കർത്താവിനെ നമ്മുടെ തലച്ചോറിനകത്തല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, വഹിച്ചിരിക്കുന്നത്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. How many of you carry Jesus in your heart? നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ വഹിക്കുന്നുണ്ട്? It is so easy. അത് വളരെ എളുപ്പമാണ്. But carrying Jesus here is very tough. എന്നാൽ യേശുവിനെ തലമണ്ടയ്ക്കകത്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. Hallelujah. ഹല്ലേലൂയ. But what is the condition of our heart basically? നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവികമായ അവസ്ഥ എന്താണ്? Jeremiah 17 verse number 9 says the heart is deceitful above all things and beyond cure, who can understand it? യിരെമ്യാ പ്രവചനം 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയുമുള്ളത്, ആർക്കാണ് അതിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നത്? Answer: God can understand it, we cannot. അതിന് ഉത്തരം ഇതാണ്, കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, മനുഷ്യർക്ക് സാധ്യമല്ല. Because God can see the heart condition. കർത്താവിന് ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിയാൻ If കഴിയും. you go to a hospital for a checkup, they will put you in ECG and they will take the cardiograph. They can only understand the heartbeats, but Jesus can understand what is really going on in your heart. നമ്മളൊരു ആശുപത്രിയിലേക്ക് ചെന്ന് ഒരു പരിശോധനയ്ക്ക് ECGക്ക് വിധേയനായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പിനനുസരിച്ച് ആ ECGയുടെ കാര്യങ്ങൾ മാത്രമേ, തരംഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായി എന്ത് നടക്കുന്നു എന്നറിയാൻ കഴിയും. When man looks at the face, God looks into the heart. മനുഷ്യൻ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. Matthew chapter 5 verse number 28. മത്തായി സുവിശേഷം 5:28. But I tell you that anyone who looks at a woman lustfully has already committed adultery with her
in his heart. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്തുകൊണ്ട്? ഹൃദയം കൊണ്ട്. Hallelujah. Hallelujah. Adultery comes in the heart before it is done by the body. നമ്മൾ ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ ഹൃദയത്തിലാണ് അത് നടക്കുന്നത്. Meaning, sin originates not in the body but in the heart. അതിന്റെ അർത്ഥം ഇതാണ്, പാപം ആരംഭിക്കുന്നത്, ഉറവിടം കണ്ടെത്തുന്നത് നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. Now, I have a very good question for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യമുണ്ട്. Where did sin originally originate? ഈ പാപം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ആരംഭിച്ചത്? Flashback. പുറകോട്ട് പോവാം. Rewind. ഒന്ന് റിവൈൻഡ് ചെയ്ത് പുറകോട്ട് പോയേ. We reach the Garden of Eden. നമ്മൾ ഏദൻ തോട്ടത്തിലെത്തും. And in the Garden of Eden, sin originated. ഏദൻ തോട്ടത്തിൽ പാപം ആരംഭിച്ചു. Am I right? ഞാൻ പറഞ്ഞത് ശരിയാണോ? Wrong. തെറ്റാണ്. It was not there. അവിടെയല്ല. Flashback. പിന്നെയും പുറകോട്ട് ഇങ്ങനെ റിവൈൻഡ് അടിച്ചു പോയാ. There was an archangel in heaven. സ്വർഗത്തിൽ ഒരു മുഖ്യ ദൂതനുണ്ടായിരുന്നു. His name was Lucifer. അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. He was covering the glory of God with his huge wings. അവന്റെ വലിയ ചിറകുകൾ കൊണ്ട് അവൻ ദൈവത്തിന്റെ മഹത്വത്തെ മറച്ചു പിടിക്കുന്നവനായിരുന്നു. Full of wisdom. അവൻ നിറയെ ജ്ഞാനമുള്ളവനായിരുന്നു. So beautiful. വളരെ So powerful. വളരെ ശക്തിയുള്ളത്. And about him the Bible says, Isaiah 14. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ verse number 13 and 14. അതിന്റെ 13-14 വചനങ്ങളിൽ, You said in your heart, I will ascend to the heavens. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുമേൽ ഉന്നതങ്ങളിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും. Yes. And continue. ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിന്റെ മേൽ ഞാൻ ഇരുന്നരുളും. Okay. മേഘോന്നതികൾക്ക് മീതെ ഞാൻ കയറും, എന്നെ തന്നെ ഞാൻ അത്യുന്നതന് തുല്യനാക്കും എന്നാണല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. Where? എവിടെയാണ്? In your heart. നിന്റെ ഹൃദയത്തിൽ. So sin originally originated in the heart of an archangel. പാപം യഥാർത്ഥത്തിൽ ആദ്യമായി ആരംഭിച്ചത് ഒരു പ്രധാന ദൂതന്റെ ഹൃദയത്തിലാണ്. Hello. Hello. It started from inside. അത് അകത്തു നിന്നാണ് So ആരംഭിച്ചത്. holiness also should start from inside. അങ്ങനെയെങ്കിൽ വിശുദ്ധിയും അകത്തു നിന്ന് തന്നെ ആരംഭിക്കണം. James chapter 1 verse number 13 through 15. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെ. Desire conceives and gives birth to sin, sin conceives and gives birth to death. സ്വന്തം മോഹത്താൽ പാപം ഉണ്ടാകുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. Right. So it is also coming from inside. അതും അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. Hallelujah. ഹല്ലേലൂയ. Matthew chapter 12 verse number 33 onwards. മത്തായി സുവിശേഷം 12-ന്റെ 33 മുതൽ 37 വരെ. When you read that text, നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ what we understand is that when mouth speaks, it is speaking what is inside the heart. ഒരാൾ വായ് തുറന്ന് സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് വായിലൂടെ പുറത്തേക്ക് വരുന്നത്. Hello. It is what is in our heart that is coming out through the mouth. എന്താണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് അതാണ് വായിലൂടെ പുറത്തേക്ക് വരുന്നത്. Jesus said, if it is a good man, he will store up good things in his heart, and from that store he will produce good things. അവിടെ യേശു പറയുകയാണ്, ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവൻ നല്ല കാര്യങ്ങൾ സംഗ്രഹിച്ചു വെക്കുന്നു, നല്ല കാര്യങ്ങൾ അവന്റെ അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. But if it is an evil man, he will bring out evil things from what is stored up in his heart. എന്നാൽ അവൻ ഒരു ദുഷ്ടമനുഷ്യനാണെങ്കിൽ അവന്റെ ദുഷ്ടനിക്ഷേപത്തിൽ നിന്ന് വേണ്ടാത്തത്, മോശമായത് പുറത്തേക്ക് വരുന്നു. Tell a neighbor, your heart has a lot of storage space. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി സംഭരണ ശേഷിയുണ്ട്. Hallelujah. നിങ്ങളുടെ ഹൃദയത്തിന് ഒത്തിരി സംഭരണ ശേഷിയുണ്ട്. Recently my mobile is saying your storage is full. കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിൽ എഴുതി കാണിക്കുകയാണ്, നിങ്ങളുടെ സ്റ്റോറേജ് നിറഞ്ഞിരിക്കുകയാണ്. Because every mobile has a capacity. കാരണം എല്ലാ മൊബൈലിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. 16 GB, 16 GB, 32 GB, 32 GB, 64 GB, 64 GB, 128 GB, 128 and GB. after that the storage is full. അതിനുശേഷം സ്റ്റോറേജ് ഫുൾ ആവും. But your heart is not like that. പക്ഷെ നമ്മുടെ ഹൃദയം അങ്ങനെയല്ല. It can store up lot of things.
ഒത്തിരി കാര്യങ്ങളെ സംഭരിക്കുവാൻ അതിന് കഴിയും. But you have a choice. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു You തിരഞ്ഞെടുപ്പുണ്ട്. can store up either good things or bad things. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭരിക്കാൻ സാധിക്കും, ചീത്ത കാര്യങ്ങൾ സംഭരിക്കാൻ സാധിക്കും. But what the mouth speaks is according to what is stored up. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ സംഭരിച്ചു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. Hallelujah. ഹല്ലേലൂയ. One more big hallelujah to the Lord. കർത്താവിന് ഒരു വലിയ ഹല്ലേലൂയ കൂടെ. Praise God. Praise God. Now, 1 Corinthians chapter 5 verse number 7 and 8. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-8 വചനങ്ങൾ. When Jesus came to this world, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he changed a lot of things. ഒത്തിരി കാര്യങ്ങൾ അവൻ മാറ്റി. And he changed the festivals also. ആ ഉത്സവങ്ങളും കർത്താവ് മാറ്റി. In the Old Testament they had a lot of festivals. ആ പഴയ നിയമകാലത്ത് അവർക്ക് ഒത്തിരി ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. Mainly they had 7 major festivals. പ്രധാനമായും 7 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. And one main festival was the festival of Passover. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെസഹ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. Jesus came into this world as the Lamb of God. യേശു ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. Everybody say the Lamb of God. എല്ലാവരും പറഞ്ഞേ ദൈവ കുഞ്ഞാട്. In these verses we read, get rid of the old yeast so that you may be a new unleavened batch as you really are. For Christ our Passover lamb has been crucified. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. Somebody say hallelujah. ഹല്ലേലൂയ. Therefore let's keep the festival not with the old bread unleavened with malice and wickedness, but with the unleavened bread of sincerity and truth. 8 ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. Hallelujah. Hallelujah. So in the Old Testament they celebrated the Passover with unleavened bread. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ പെസഹ ആചരിച്ചത് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടായിരുന്നു. But today we are commanded to use another kind of bread. എന്നാൽ ഇന്ന് നമ്മൾ വേറൊരു അപ്പമാണ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. Everybody say new bread. എല്ലാവരും പറഞ്ഞേ പുതിയ അപ്പം. What is this bread? ഏതാണ് ഈ അപ്പം? This is the unleavened bread of sincerity and truth. അവിടെ പുളിപ്പില്ലാത്ത മാവ് എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യവും. Hallelujah. Hallelujah. So with that bread we have to celebrate the New Testament Passover. ഈ പുതിയ നിയമത്തിലെ പെസഹ ആചരിക്കേണ്ടത് ആത്മാർത്ഥതയും സത്യവുമായ പുളിപ്പില്ലാത്ത മാവ് കൊണ്ടാണ്. Can you say hallelujah? ഒരു ഹല്ലേലൂയ. We are going to read the last verse now. ഏറ്റവും അവസാനത്തെ വേദഭാഗം കൂടി നമ്മൾ വായിക്കുന്നു. 1 Peter chapter 3 and verse number 15. 1 പത്രോസ് 3-ാം അധ്യായം 15-ാമത്തെ വചനം. And it reads, but sanctify the Lord God in your hearts and always be ready to give a defense to everyone who asks you a reason for the hope that's in you with meekness and fear. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. Hallelujah. ഹല്ലേലൂയ. Apostle Peter is saying is that sanctify the Lord God in your hearts. അവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ കർത്താവിനെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പിൻ. How can we sanctify the Lord in our hearts? എപ്രകാരമാണ് കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കാൻ കഴിയുക? God is already holy. We don't need to sanctify him. കർത്താവ് തീർച്ചയായിട്ടും വിശുദ്ധനാണ്, നമ്മൾ അവനെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. But sanctifying the Lord in your hearts means you have to cleanse your heart first so that Jesus can live in us. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വെടിപ്പായി സൂക്ഷിക്കുമ്പോൾ കർത്താവായ യേശുവിനെ അവിടെ വസിക്കുവാൻ കഴിയും. I told you the heart can contain so many things because it has a huge storage space. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹൃദയത്തിന് ഒത്തിരി സംഭരണ ശേഷി ഉള്ളത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളെ സംഭരിക്കുവാൻ കഴിയും. You can store up a lot of sinful things inside. നിങ്ങളുടെ അകത്ത് ഒത്തിരി പാപചിന്തകളെ നിറച്ചു വെക്കാൻ കഴിയും. You can store up people inside. ജനങ്ങളെ നിറക്കാൻ കഴിയും. But Peter is saying sanctify the Lord in your hearts. എന്നാൽ പത്രോസ് പറയുന്നു, കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുക. What is the meaning? എന്താണ് അതിന്റെ അർത്ഥം? Vacate all other occupants from the heart and allow Jesus to reign from the throne in your heart.
മറ്റെല്ലാത്തിനെയും നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് നീക്കിക്കളഞ്ഞിട്ട് കർത്താവായ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ അവനെ ഇരുത്തുക. Hallelujah. ഹല്ലേലൂയ. Give vacation notice to all other people. മറ്റെല്ലാ കാര്യങ്ങൾക്കും ആളുകൾക്കും നീ വെക്കേഷൻ ഒഴിഞ്ഞു പോകുവാനുള്ള നോട്ടീസ് കൊടുക്കുക. Let only the Lord Jesus reign from your heart. നിന്റെ ഹൃദയത്തിൽ നിന്നും കർത്താവായ യേശു മാത്രം വാഴട്ടെ. സിസ്റ്റർക്ക് വിവാഹം നടക്കാൻ കുറേയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. സിസ്റ്റർ ഏജ് ഒത്തിരി ഓവറായി. സിസ്റ്റർ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം 45 വയസ്സുണ്ട് തനിക്ക്. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ഈ വിവാഹം നടക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ 2014 താൻ ഒരു ദിവസം ഇങ്ങനെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം താൻ ചെന്നൈയിലിരുന്ന് താൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു പ്രോഗ്രാമിൽ താൻ TV കണ്ടത് ഒരു അമ്മ വന്ന് സാക്ഷ്യം പറയുന്നതാണ്. അവരുടെ മകളുടെ വിവാഹം കർത്താവ് അത്ഭുതകരമായി നടത്തി. അവരുടെ കയ്യിൽ 1 രൂപ പോലും പണമില്ലായിരുന്നു. വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി കർത്താവ് അത്ഭുതകരമായിട്ട് വിവാഹം നടത്തിയ ഒരു സാക്ഷ്യം ഈ സഹോദരി TV പ്രോഗ്രാമിലൂടെ കാണുകയായിരുന്നു. ഈ സഹോദരി അത് വിശ്വസിച്ചു, അത് പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത് അതിനുശേഷം ഇവര് ചെന്നൈയിലെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അത് ഏത് വർഷമായിരുന്നു? കഴിഞ്ഞ വർഷം അവസാനം 14-15 2 പ്രാവശ്യം. 14 ലാസ്റ്റിൽ അവർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം നമുക്കവിടെ ചെന്നൈയിൽ ഒരു ബ്ലെസ്സിംഗ് സെന്റർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സിസ്റ്റർ അവിടെ പോയി. സിസ്റ്റർ പറയുന്നത് 2014 ഡിസംബർ 31 രാത്രി നമുക്കൊരു വാച്ച് നൈറ്റ് സർവീസ് ഉണ്ട്. ആ ഒരു നവവത്സര ആരാധനയിൽ സഹോദരി വന്ന് പങ്കെടുത്തു. എവിടെ വന്ന് പങ്കെടുത്തു? ചെന്നൈയിൽ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പങ്കെടുത്തു. ചെന്നൈയിൽ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പങ്കെടുത്തു. അവിടെ അന്നത്തെ ദിവസം നമ്മുടെ ശുശ്രൂഷ ഷൈജു ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, ശുശ്രൂഷകരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. തനിക്ക് അന്നൊരു വാഗ്ദത്ത വചനം കിട്ടി. ഏതാണെന്ന് തനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വാഗ്ദത്ത വചനം കിട്ടി. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർമാർ ഇപ്രകാരം പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന അത്ഭുതം 2015 തന്നെ നടക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു ഏകദേശം 44 വയസ്സായ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സഹോദരി പറയുന്നത് 2015 ഏപ്രിൽ മാസം, അതായത് 14 ഇത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വചനം കിട്ടി. ശേഷം പ്രാർത്ഥന നടന്നു. താനത് വിശ്വസിച്ചു. ഏപ്രിൽ മാസത്തിൽ തന്നെ കാണുവാനായിട്ടൊരു കൂട്ടർ വന്നു. അവർ കണ്ടു. മെയ് മാസം തൻ്റെ വിവാഹം നടന്നു. കൺഗ്രാറ്റുലേഷൻസ്. തൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. സഹോദരി ആ സമയത്ത് പറയുന്നത് ഇത്രയും വയസ്സായതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നുകൊണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു. ഇതിനെങ്ങനെ പോയി, നീ വേറെ പുറമേയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പോയി കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തന്നെ കളിയാക്കുമായിരുന്നു. മാത്രമല്ല ഈ സഹോദരിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, എനിക്ക് 2ാം വിവാഹം നടത്തിയവരെയും അതുപോലെ വിഡോവർ ആയിട്ടുള്ളവരെയൊന്നും വേണ്ടാന്ന് ഈ സഹോദരിയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഒരു ദൈവ ഭയമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു അമ്മയും അപ്പനെയും കിട്ടി. അതുപോലെ തൻ്റെ ഹസ്ബൻഡ് ഇവിടെയുണ്ട്. ഒന്ന് കാണാമോ? അതുപോലെ വലിയൊരു അത്ഭുതമാണ് കർത്താവ് സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്തത്. ദിസ് ഈസ് എ ഗ്രേറ്റ് എൻകറേജ്മെന്റ്. പലരുടെയും പ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പനമ്മമാരുടെ ഹൃദയത്തിൽ എന്ത് വലിയൊരു വിഷമാണ്. പക്ഷേ ദൈവത്തിന് ഏത് പ്രായത്തിലും പ്രവർത്തിക്കാൻ കഴിയും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമുക്കൊന്ന് കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പല വീടുകളിലും വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ വളരെ ഭാരത്തോടെ പലരുടെയും നിന്ദയും പലരുടെയും കുത്തുവാക്കുകളും സഹിച്ച് നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെ നേരിടുന്ന സകലർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ കൈകളെ ഉയർത്തി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിപ്പിക്കുമാറാക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇത് കാണുന്ന വിവാഹം നടക്കേണ്ട ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോണിയ എന്ന ഈ സഹോദരിക്ക് വേണ്ടി കർത്താവ് ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സകലരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാലക്കാട് മെയ് 7 ശനി.
സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അനുഗ്രഹ കല്യാണ മണ്ഡപം, മലമ്പുഴ റോഡ്, ഒലവക്കോട്, പാലക്കാട്. ഈ പ്രയർ ടൈമിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗം ബാധിച്ചവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അൾസർ ബാധിച്ചവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, യേശുവിൻ്റെ നാമത്തിൽ ഇത് രണ്ടും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ത്രോട്ടിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വോക്കൽ കോഡ്സിനകത്ത് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ വിടുതൽ പ്രാപിക്കട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ആമാശയത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന അസ്ഥികളെ ബാധിക്കുന്ന രോഗം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് വാൽവുകളിലുള്ള ബ്ലോക്കുകൾ പൂർണ്ണമായും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. താങ്ക് യു ജീസസ്. പൂർണ്ണമായും മാറിപ്പോകട്ടെ. അതുപോലെ ഓരോ സന്ധിയിലും ജോയിൻറ്റുകളിലുള്ള വേദന പൂർണ്ണമായി മാറി ആ സന്ധിവാദം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്താണെങ്കിലും, രോഗം എന്താണെങ്കിലും, അനുഭവിക്കുന്ന പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിടുതൽ വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് ഇപ്പോൾ തന്നെ കൈ നീട്ടി അങ്ങ് വിടുതലുകൾ കൊടുക്കണമേ. പുകവലി ശീലത്തിൽ ചിലർ ഇപ്പോൾ പുറത്തു വരുന്നു, മദ്യപാനത്തിൽ ചിലർ പുറത്തു വരുന്നു, ഡ്രഗ് ഉപയോഗിക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. താങ്ക് യു ജീസസ്. ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങെൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ നാഥനാണ്. അങ്ങയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഇനിയുള്ള ആയുസ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ നിലമ്പൂരിലും പാലക്കാടും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുക്കുക. തുടർച്ചയായി എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ബ്ലെസ്സിങ് ടുഡേ കാണുക, മറ്റുള്ളവരോട് കാണാൻ ആവശ്യപ്പെടുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.